ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് 1 കപ്പ് ഒന്നാം പാലുണ്ട്, അത് കുറച്ച് കട്ടിയുള്ള പാലാണ്. 1.5 കപ്പ് കട്ടി കുറഞ്ഞ രണ്ടാം പാലും മൂന്നാം പാലും കൂടിയിട്ടുള്ളതാണ്. ഇനി അതിനകത്തോട്ട് 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഇതുപോലെ പൊടിയായിട്ട് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും. 3/4 കപ്പ് വരെ ചേർത്താലും കുഴപ്പമില്ല. ഇനി അതല്ല എങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. മധുരം നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. അതുപോലെ വെള്ളം ഒരുപാട് കൂടി പോകരുത്. 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ ഒരുപാട് മധുരം കാണത്തില്ല. അപ്പം കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 3/4 കപ്പ് വരെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ്. 1/2 കപ്പ് കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീരെ കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് ശരിയാക്കണം. അതിനായിട്ട് ഏത് ഷേപ്പിലുള്ള പാത്രം എടുത്താലും കുഴപ്പമില്ല. അതിനകത്ത് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അതായാലും തേച്ച് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി നമ്മൾക്ക് കുറച്ച് നട്ട്സ് ഒന്ന് വിതറി കൊടുക്കണം. നമ്മൾ പുഡിംഗ് തിരിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മിക്സ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പം കോൺഫ്ലവർ കട്ടയായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പുഡിംഗ് ഉണ്ടാക്കാനുള്ള പാത്രത്തിനകത്തോട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. എല്ലാം കൂടെ അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്യാണ്. ആദ്യമേ തന്നെ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി കിട്ടും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈവിടാതെ ഇളക്കണം. അല്ലെങ്കിൽ ഇത് കട്ടകട്ടയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരും. ഇപ്പം ഇത് ഒരുപാട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് നെയ്യിൻ്റെ ആവശ്യം വരത്തില്ല, പുഡിംഗ് ആയതുകൊണ്ട് കുറച്ച് നെയ്യ് മതി. ഇപ്പം നല്ലൊരു മണമായിരിക്കും വരുന്നത്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ്, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇനി നമ്മളുടെ പുഡിംഗ് ഒരുപാട് സമയം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 5-10 മിനിറ്റിൽ തന്നെ ഇത് പെട്ടെന്നായി കിട്ടും. ഇതിപ്പം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഇളക്കുന്നത് കൊണ്ടാണ് ഇത് തിളയ്ക്കുന്നത് കാണാത്തത്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ ഒരു പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നട്ട്സ് എല്ലാം ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മളുടെ പുഡിംഗ് നേരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കണം എന്നുള്ളവർക്ക് കുറച്ച് ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ വെക്കാം. ഞാനിവിടെ ഇപ്പം വെക്കുന്നില്ല, പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. 3-4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇപ്പം ഏതാണ്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പുഡിംഗ് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോഴേ അറിയാം ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സൈഡിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. തീരെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഇതേപോലെ വിട്ട് കിട്ടും. ഇനി നമ്മൾക്ക് പുഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെയും ശർക്കരയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പുഡിങ്ങും കൂടിയാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്തും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം കളർ കുറച്ചുകൂടെ വെള്ളയായിരിക്കും. ഇത് നമ്മൾ ശർക്കര ചേർത്തത് കൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്. ഇതിനകത്ത് തേങ്ങാപ്പാലും ശർക്കരയും മാത്രമേ ഉള്ളൂ എന്നുള്ളത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്